ഹായ് അസ്സാം വലൈക്കും. സുഹാനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷവർമ റെസിപ്പിയുമായാണ്. അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിക്കൻ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ എല്ലില്ലാത്ത പീസാണ്. ഒരു 500 ഗ്രാം ഉണ്ടാകും. അപ്പോൾ അത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുക്കാം. അതിലേക്ക് മന്തി കബ്സ മസാല ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോയാ സോസ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുക. ഇത് കുറച്ച് സമയം മുന്നേ ചെയ്താൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിനി തൂമ് റെഡിയാക്കാനുള്ള ഇതുണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ നമ്മളെ വെളുത്ത എള്ള് കുറച്ചെടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഒരു 3-4 സ്പൂൺ എടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് വറുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലാതെ കരിഞ്ഞു പോകും. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് നമ്മുടെ കുറച്ച് ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഓവർ ചൂട് വേണ്ട. ഒന്ന് ചെറിയൊരു ചൂടിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് തോനെ തൈര് ചേർത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്തുക. പിന്നെ ഞാനിതാ കച്ചപ്പ് കുറച്ച് ചേർക്കുന്നുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക. കച്ചപ്പ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. കച്ചപ്പില്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. കച്ചപ്പില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കച്ചപ്പില്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിലിപ്പം മന്തി മസാല നമ്മുടെ വീട്ടിലില്ലെങ്കിൽ, അല്ലെ മസാലകളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗരം മസാല ഇട്ടാൽ മതി. ഇനി ഞാനിതാ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ പൊരിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മുടെ ദോശ ഒക്കെ ചുടുന്ന
ആ ഒരു ഫ്രൈ പാൻ ചെയ്താൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. സാധാ ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ, കുഴിയുള്ള ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ പരന്ന ഇതിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല ഫ്ലെയിം നല്ലോണം കൂട്ടിയിടണം. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് വെക്കാം. ഇതാ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി തീ കുറച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചിക്കൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തുടങ്ങാം. പിന്നെ ഞാൻ അതെടുത്ത് ആ ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് തക്കാളി ഉള്ളി എടുത്ത് ജസ്റ്റ് ഒന്ന് ആ ചൂടിലൊന്നിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. ഇതാ ഞാനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കുംബറും കുറച്ച് കാബേജ് കൂടി അരിഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തൂമിട്ട് കൊടുക്കാം. എന്നിട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിലും നന്നാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ ഒക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുബൂസ് ഞാൻ ഇവിടെ പുറത്തുനിന്ന് വാങ്ങിയ കുബൂസാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. കുബൂസ് കിട്ടിയില്ല, കുബൂസ് ഇല്ലാത്തത് കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പിന്നെ കടകളൊന്നും അങ്ങനെ തുറക്കാത്തത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ അടിപൊളി ഷവർമ. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.